നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടി സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷകളിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഒറ്റപ്പെടുമെന്ന ഭീതി പാപത്തിലേക്ക് നയിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ദൈവിക ജ്ഞാനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. അങ്ങയുടെ ജ്ഞാനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് ചൊരിയണമേ. കർത്താവേ, ഞങ്ങളുടെ ബുദ്ധിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സകല തിന്മകളുടെ സ്വാധീന ശക്തികളും അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും അത്ഭുതകരമായ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ പകരണമേ. അത്ഭുതകരമായ ശക്തിയും അഭിഷേകവും നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ ആത്മാവിൻ്റെ അത്ഭുതകരമായ അഭിഷേകങ്ങൾ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന സകലരുടെ മേലും നീ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ പൊട്ടട്ടെ, അന്ധകാര ശക്തികൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ, പാപകരമായ കൂട്ടുകെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മകളുടെ സ്വാധീന ശക്തികളും വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 27-28 വാക്യങ്ങൾ. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് നിറയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ജ്ഞാനം ലഭിക്കും. ദൈവിക ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയുമ്പോൾ ലോകത്തിൻ്റെ ചിന്താഗതികളോട് യുദ്ധം ചെയ്തതിനെ പരാജയപ്പെടുത്താൻ അഭിഷേകം നമുക്ക് ലഭിക്കും. ഇന്നത്തെ വചന ശുശ്രൂഷകളിലൂടെ സ്വർഗത്തിൻ്റെ ജ്ഞാനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ബൈബിൾ പറയുകയാണ്, ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കുന്നു. ഒരുപക്ഷെ നേരെ അല്ലാത്ത വഴികളിലൂടെ നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ, തെറ്റായ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷകളിലൂടെ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ കടന്നു വന്ന് നേരെയുള്ള വഴിയിലൂടെ നയിക്കപ്പെടാൻ, ജ്ഞാനത്തിൻ്റെ വഴികളിലൂടെ നയിക്കപ്പെടാൻ അവിടുന്ന് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോൾ 2.5 വർഷക്കാലമായി ഇംഗ്ലണ്ടിലുള്ള സഭയിൽ ശുശ്രൂഷകൾ ചെയ്യുകയാണ്. പ്രധാനമായും അവിടെയുള്ള മലയാളികളുടെ ഇടയിൽ വചനം ശുശ്രൂഷിക്കുകയും അവരുടെ കുടുംബങ്ങളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് ആനയിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. എല്ലാ മാസവും 2-ാമത്തെ ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു വചന ശുശ്രൂഷ കർത്താവായ യേശുക്രിസ്തു അവിടെ ഉയർത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം കുടുംബങ്ങളിൽ ദൈവസ്നേഹവും ദൈവശക്തിയും ദൈവിക ജ്ഞാനവും നൽകി പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന് ഒരുപാട് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും അനേക വ്യക്തികളും കുടുംബങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്, സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും,
ഞാൻ യേശു പറഞ്ഞ വഴികളിലൂടെ നടന്നാൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള ഭയം അനേകം വ്യക്തികളെയും അനേകം കുടുംബങ്ങളെയും ഇന്ന് കീഴടക്കിയിരിക്കുകയാണ്. നമ്മളിന്ന് ബൈബിളിലുള്ള അരിമത്യാക്കാരൻ ജോസഫ് എന്നു പേരുള്ള വളരെ യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ്റെ കഥ ഇപ്പോൾ പഠിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ വളരെ മനോഹരമായ രീതിയിൽ 23-ാമത്തെ അധ്യായം 50-51 വാക്യങ്ങളിൽ അരിമത്യാക്കാരൻ ജോസഫിനെ കുറിച്ച് ബൈബിൾ വിശദീകരിക്കുന്നുണ്ട്. യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്യായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. ആലോചനാ സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. അവൻ അവരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കുചേർന്നിരുന്നില്ല, ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഹി വാസ് ഗുഡ് ആൻഡ് എ റൈച്ചസ് മാൻ. അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്ത് നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയാൻ തക്ക തരത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. നല്ലവനും നീതിമാനുമായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിട്ട് മാറണം. അരിമത്യാക്കാരൻ ജോസഫ് ധനികനായിരുന്നു, സ്ഥാനമാനം ഉണ്ടായിരുന്നു, ആലോചനാ സംഘത്തിലെ അംഗമായിരുന്നു. പക്ഷേ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ലവനും നീതിമാനുമായ ഈ അരിമത്യാക്കാരൻ ജോസഫിൻ്റെ ഒരു പ്രത്യേകത, അവൻ ആലോചനാ സംഘത്തിലെ ആലോചനകളോട് കൂടെ അവൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നഷ്ടപ്പെടുത്തിയില്ല. അവർ ഒരുമിച്ച് കൂടി പല ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ ജോസഫ് മാറി നിന്നു. കാരണം അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. അതുകൊണ്ട് അവരുടെ ദുഷ്പ്രവൃത്തികളിൽ അവൻ പങ്കുചേർന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ആ വ്യക്തി ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്, ഒരു നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുകയാണ്, വൃദ്ധരെ നോക്കുന്ന ഒരു ജോലി ചെയ്യുന്ന. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പലതരത്തിലുള്ള സ്വഭാവക്കാരായ ആളുകൾ പലതരം പാപത്തിലേക്ക് ഈ വ്യക്തിയെ ക്ഷണിക്കും. നിങ്ങൾക്കറിയാം, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പാപത്തിനുള്ള സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും പല സ്ത്രീകളും കൂടെ ജോലി ചെയ്യുന്ന പുരുഷന്മാരെ പാപത്തിലേക്ക് ഡയറക്റ്റായിട്ട് ക്ഷണിക്കും. അപ്പം എന്നോട് അദ്ദേഹം സങ്കടം പറഞ്ഞ വ്യക്തി അദ്ദേഹം പറയുകയുണ്ടായത് പ്രകാരമാണ്, ആ ജോലി ചെയ്യുന്ന ഇടത്തിൽ കൂടെ ജോലി ചെയ്യുന്ന 1-2 സ്ത്രീകൾ ഈ വ്യക്തിയെ പാപത്തിന് ക്ഷണിക്കുകയാണ്, പാപം ചെയ്യാൻ ശക്തമായ പ്രേരണ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് അവർ ഒരുമിച്ച് കൂടി അവർ അശുദ്ധമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പക്ഷേ ദൈവാത്മാവിൻ്റെ അഭിഷേകവും സ്പർശനവും ലഭിച്ച ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ, അദ്ദേഹം ആ ആലോചനകളിൽ പെടാതെ മനഃപൂർവ്വം മാറി നിൽക്കാനായിട്ട് പരിശ്രമിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ സഹായിച്ചു, യാതൊരു സംശയവുമില്ല. അദ്ദേഹം പറയുകയാണ്, അച്ഛാ, വലിയ പ്രതിസന്ധിയാണ്. ഈ ഒരു പ്രതിസന്ധി അനേക ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. പാപത്തിലേക്ക് ഡയറക്റ്റായിട്ട് ക്ഷണിക്കുന്നു, പാപം ചെയ്യാനായിട്ട് പ്രേരണ നൽകുന്നു, പാപം ചെയ്യുന്നത് പാപമല്ല എന്ന് പലതരത്തിലുള്ള ഉത്തേജനങ്ങൾ നൽകുന്നു, തെറ്റായിട്ടുള്ള ധാരണകൾ ചിന്തകളിലേക്കും ഹൃദയത്തിലേക്കും നൽകാൻ പിശാച് ഇന്ന് പലതരത്തിൽ അലറുന്ന സിംഹത്തെ പോലെ ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ ഉയർത്തി കാണിക്കുകയാണ്. അരിമത്യാക്കാരൻ ജോസഫ്. അവൻ ആലോചനാ സംഘത്തിൻ്റെ ദുഷ്പ്രവർത്തികളിൽ പങ്കുചേർന്നില്ല, മറിച്ച് അവൻ ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നപ്പോൾ അവന് ബാക്കിയുള്ള കൂട്ടുകാരുടെ പാപകരമായിട്ടുള്ള ക്ഷണങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശക്തിയും ബലവും ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് അനേകം യുവതിവാക്കന്മാരെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി ഇതാണ്. UK-യിലുള്ള ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ന് അവിടെയുള്ള അനേകം സ്കൂളുകളിൽ ചെറിയ പ്രായത്തിലെ സെക്സ് എഡ്യൂക്കേഷൻ നടത്തും. ചിലപ്പോൾ പല ചീത്ത സിനിമകളും ചില ദൃശ്യങ്ങളെല്ലാം ചെറിയ കുട്ടികളെ പോലെ കാണിക്കും. ഒരിക്കൽ സ്കൂളിൽ നിന്ന് കുട്ടികളെ എക്സ്കർഷന് പിക്നിക്കിന് കൊണ്ടുപോകാനായിട്ട് തയ്യാറായി കഴിഞ്ഞപ്പോൾ
ടീച്ചർ നിർദ്ദേശം കൊടുത്തൊരു നിർദ്ദേശം ഇതാണ്: കോൺട്രാസെപ്റ്റീവ്സ് കയ്യിലെടുക്കണം. ഗർഭനിരോധന മാർഗങ്ങൾ കുട്ടികളോട് കയ്യിലെടുക്കാൻ പറയാണ്. ആരും പ്രഗ്നൻ്റായി വന്നേക്കല്ലേ, പച്ചയ്ക്ക് പറയുകയാണ്. അപ്പോൾ അതിൽ 13 വയസ്സുള്ളൊരു കുട്ടി, അവളൊരു ഒരു മലയാളി കുട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ആ കുട്ടിയുടെ ഒരു പ്രത്യേകത, അവളുടെ ക്ലാസ്സിൽ മിക്ക കുട്ടികളും ഈ പാപത്തിന് അടിമകളായ കുട്ടികളാണ്. അപ്പോൾ അവളോട് അവളുടെ കൂട്ടുകാരായ കുട്ടികൾ ചോദിച്ചു, ആർ യു എ വെർജിൻ? നീ ഒരു കന്യകയാണോ? അവൾ പറഞ്ഞു അവൾ കന്യകയാണ്. അവൾ അത്തരത്തിലുള്ള പാപത്തിലേക്കൊന്നും പോയിട്ടില്ല. അവളുടെ കൂട്ടുകാരന്മാരെല്ലാം അവൾ ഒന്നടക്കം കളിയാക്കാനായിട്ട് ആരംഭിച്ചു. ഇത്രയും പ്രായമായിട്ടും നീ ഇപ്പോഴും കന്യകയാണോ എന്ന് ചോദിച്ചാൽ അവർ ഒന്നടക്കം കളിയാക്കുകയാണ്. പ്രിയപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ ആ ഒരു അവസ്ഥ വളരെ ശക്തമാണ്. ഇന്നത് കേരളത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പാപം ചെയ്യാതെ വിശുദ്ധമായിട്ട് ജീവിക്കാൻ ഒരു വ്യക്തി തയ്യാറായാൽ ഒറ്റപ്പെടുത്തുകയും കളിയാക്കുകയും പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തിന്മയുടെ ശക്തി ഇന്ന് അനേകം സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റിയിലും ശക്തമാണ്. ഈ കുട്ടി അവൾ വെർജിനാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും കളിയാക്കി. അതൊന്നും രണ്ടും പ്രാവശ്യമല്ല, അനേക ദിവസങ്ങളും ആഴ്ചകളും ഇവളെ കളിയാക്കുകയും ഒറ്റപ്പെടുത്തുകയും വെർജിനിറ്റി എന്തോ ഒരു പാപം, അതൊരു മോശ കാര്യമാണെന്നുള്ള തരത്തിൽ ഇവളെ അവരങ്ങോട്ട് കളിയാക്കി ഒറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവസാനം ഈ കുട്ടി അവളുടെ വെർജിനിറ്റി കളയാൻ വേണ്ടി പാപത്തിലേക്ക് പോയി. പ്രിയപ്പെട്ടവർ, എന്തോ ഒരു സങ്കടമുള്ള കാര്യമാണ്. നേരായ മാർഗത്തിലൂടെ അവളെ നയിക്കാൻ ആർക്കും സാധിച്ചില്ല. ഒറ്റപ്പെടുമെന്ന ഭീതി ഇന്ന് അനേകം ആളുകളെ പാപത്തിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അരിമത്യാക്കാരൻ ജോസഫിൻ്റെ ഹൃദയത്തിൽ കുടികൊണ്ട ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്കും വ്യാപരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഇതൊരു നിസ്സാരമായ കാര്യമല്ല, വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വളരെ വളരെ ഗൗരവത്തിൽ ഈ കാര്യം കാണണം. ഒരു ദിവസം 2-ാം ശനിയാഴ്ച ഒരു വ്യക്തി വന്ന് സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. കേരളത്തിലൊരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിന് അനിയൻ്റെ വിവാഹത്തിന് മദ്യം വിളമ്പരുതെന്ന് അദ്ദേഹം വളരെ സ്ട്രിക്റ്റായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, മദ്യം വിളമ്പുന്നുണ്ടെങ്കിൽ ഞാൻ വിവാഹത്തിന് വരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ പരിശ്രമിച്ചു. മദ്യം വിളമ്പാത്ത വിവാഹം വളരെ മോശമായ വിവാഹമാണെന്നുള്ള ചിന്തയാണ് ഇന്ന് കേരളത്തിലുള്ള ചില വ്യക്തികൾക്കും കുടുംബങ്ങൾക്കുള്ളത്. ഈ വ്യക്തി വളരെ നിർബന്ധത്തോടു കൂടി ആവശ്യപ്പെട്ടതനുസരിച്ച് ഏതായാലും ആ വിവാഹത്തിന് മദ്യം വിളമ്പാതിരിക്കാൻ അവർ തീരുമാനിച്ചു. അയാൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും ത്യാഗം സഹിക്കുകയും ചെയ്തിട്ടാണ് അങ്ങനൊരു തീരുമാനം ഉണ്ടായത്. നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം, ഒരുപാട് സ്ഥലങ്ങളിൽ പാപത്തെ പുണ്യമായിട്ട് ചിത്രീകരിക്കുകയും അതിനെ അങ്ങോട്ട് അനേകം ആളുകളുടെ ഹൃദയത്തിൽ പാപം പുണ്യമാണെന്നുള്ള തരത്തിലുള്ള ഒരു ചിന്ത കുട്ടിപ്പിശാച് കൊടുത്തിരിക്കുകയും ചെയ്യാണ്. അപ്പം ഈ വ്യക്തി ആ ഒരു തീരുമാനമെടുക്കുകയും ആ ഒരു തീരുമാനം ഉറച്ചു നിൽക്കുകയും ചെയ്തപ്പോൾ അനേക ആൾക്കാർ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തെങ്കിലും ദൈവം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അദ്ദേഹം പറയുകയാണ്, ഒരു തീരുമാനമെടുത്തപ്പോൾ ആ ഇടവകയിലുള്ള വികാരത്തിന് വലിയ സന്തോഷമായി. അച്ഛൻ പറഞ്ഞു, ഇതുപോലെ 2-3 വിവാഹങ്ങൾ ഈ ഇടവകയിൽ നടന്നാൽ ഈ ഇടവക അനുഗ്രഹം പ്രാപിക്കും, ഈ ഇടവകയിലുള്ള തിന്മകളുടെ സ്വാധീനങ്ങൾ വിട്ടുപോകും. ഈ ഒരു തീരുമാനമെടുത്തതിന് ശേഷം ആ കുടുംബത്തിൽ ദൈവമായ കർത്താവ് ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് വിതരണം ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോകാൻ തക്ക തരത്തിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ശക്തമായ ചിന്ത നമുക്കുണ്ടാകണം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ അവിടെ ഈശോ ഇപ്രകാരമാണ് പറയണത്, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്, എന്നെ അയച്ച എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു അവബോധം ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ വളരെ ശക്തമായിട്ടുണ്ടായിരിക്കണം. ഞാൻ തനിച്ചല്ല, എൻ്റെ പിതാവ്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആര് എന്നെ ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും പാപത്തിലേക്ക് ക്ഷണിച്ചാലും ഞാൻ തനിച്ചല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം യേശുവിലൂടെ ഒരു കാര്യം നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഞാൻ അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നത് കൊണ്ട്
അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള അനുഭവം എന്നിൽ ശക്തമാണ്. പ്രിയപ്പെട്ടവരെ, ലോകം നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ നീ മറക്കരുത്, നീ തനിച്ചല്ല, ദൈവം നിൻ്റെ കൂടെയുണ്ട്. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നിനക്ക് ഉണ്ടാകണമെങ്കിൽ നീ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കാൻ തയ്യാറായാൽ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി പടപുരുട്ടും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 84-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്: ദുഷ്ടരുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ കാവൽക്കാരനാകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ദുഷ്ടൻ്റെ വലിയ കൂടാരമായിരിക്കാം, വലിയ കൊട്ടാരമായിരിക്കാം, വലിയ സുഷുപ്തിയായിരിക്കാം, എന്തെങ്കിലും ആകട്ടെ, പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ കാവൽക്കാരനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ബാക്കിയെല്ലാം എനിക്ക് ഉച്ഛിഷ്ടമാണ്. ബാക്കി എല്ലാത്തും ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതുന്നു എന്ന് സെന്റ് പോൾ പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം നമ്മളിൽ ആഴപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കോയമ്പത്തൂർ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു. അപ്പം അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അനേക ആളുകൾ പാപത്തിലേക്ക് പോവുകയും പാപത്തിലേക്ക് ഇവനെ കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇവൻ ദേവാലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കും. പരിശുദ്ധ കുർബാന മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ അങ്ങൻ്റെ കൂടെ നിൽക്കുന്ന അനുഭവം എനിക്ക് നൽകണമേ. ഈ പാപകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ തോൽപ്പിക്കാനുള്ള ശക്തിയും ബലവും കരുത്തും അഭിഷേകവും നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ മേൽ ദൈവിക സാന്നിധ്യം വർദ്ധിച്ചു. ദൈവം അവൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അവന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ പാപ സാഹചര്യങ്ങളെയും തോൽപ്പിച്ച് അവൻ്റെ ആത്മരക്ഷ പ്രാപിക്കാൻ ദൈവം അവനെ സഹായിച്ചു. പക്ഷേ നമുക്കറിയാം, അനേക വ്യക്തികൾ, അനേക കൂട്ടായ്മകൾ പാപത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം ഒറ്റപ്പെടുമെന്നുള്ള ഭീതിയാണ്. അതുകൊണ്ടാണ് കൊരിന്തോസിൻ്റെ 1-ാം ലേഖനം 15-ാമത്തെ അധ്യായം 33-34 വാക്യങ്ങളിൽ സെന്റ് പോൾ പറയുകയാണ്, നിങ്ങൾ വഞ്ചിതരാകരുത്. അധമമായ സംസർഗം സദാചാരങ്ങളെ ദൂഷിപ്പിക്കുന്നു. നിങ്ങൾ വഞ്ചിതരാകരുത്. ഇന്ന് അനേകം ആൾക്കാർ വഞ്ചിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് വഞ്ചിക്കപ്പെടുന്നത്? അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കുന്നു. ചീത്ത കൂട്ടുകെട്ട്, പാപത്തിലേക്കുള്ള ചായ്വെല്ലാ മനുഷ്യർക്കും ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പാപം ചെയ്യാനായിട്ട് ആളുകൾ ഇങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ അതിൽ പെട്ടുപോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ വളരെ സങ്കടത്തോടെ എന്നോട് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം മദ്യപാനത്തിന് ഒരു കാലത്ത് അടിമയായിട്ട് മാറി ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. അതിനുശേഷം പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം നടത്തി വലിയ ആശ്വാസവും വലിയ സൗഖ്യം അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ ഒരിക്കൽ ഒരു ഗ്യാതറിങ്ങിൻ്റെ സമയത്ത് കൂട്ടുകാർ പതുക്കെ അദ്ദേഹത്തിന് കുറച്ച് മദ്യപിക്കാൻ കൊടുത്തു. അദ്ദേഹം ആദ്യമൊക്കെ വേണ്ടാന്നൊക്കെ നോക്കിയെങ്കിലും ആ ഒരു ടെൻഡൻസി മുഴുവൻ മാറിയില്ലായിരുന്നു. അദ്ദേഹം കുറച്ച് കുടിച്ചു. അതോടുകൂടി ആ വ്യക്തിയുടെ മേൽ വലിയ നാശം കൈവരികയാണ്. എല്ലാ തരത്തിലും കഷ്ടതകളും ഞെരുക്കങ്ങളും വന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം താറുമാറായിട്ട് മാറി. അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ ഒരുപാട് വേദനയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു വ്യക്തിയെ പാപത്തിലേക്ക് നയിക്കരുത്. ആരെയും നിങ്ങളുടെ ദുഷ്പ്രേരണ കാരണം പാപത്തിലേക്ക് ആനയിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റപ്പെടുമെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് യേശു പറഞ്ഞതുപോലെ നമ്മൾക്ക് പറയണം, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ അവിടുത്തെ ഇഷ്ടം നിറവേറ്റും. ദൈവം നമ്മളെ സഹായിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ എളിമയോടും വിനയത്തോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കും, ഒരുപക്ഷെ ചില പാർട്ടികൾക്ക് നമ്മൾ പോകുന്ന വ്യക്തികളായിരിക്കും. പാപം ചെയ്യാൻ പലതരത്തിലുള്ള പ്രേരണ നമുക്കുണ്ടാകും. ഞാൻ മാത്രം മദ്യപിക്കാതിരുന്നാൽ മോശമാണല്ലോ എന്ന് വിചാരിച്ച് മദ്യപിക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പ്രിയപ്പെട്ട സഹോദര, നിൻ്റെ ആത്മാവിൻ്റെ നാശം ആഗ്രഹിക്കുന്ന പിശാച് പലതരത്തിൽ നിന്നെ പ്രേരിപ്പിക്കും, പ്രലോഭിപ്പിക്കും. നീ അതിൽ വീഴരുത്.
വീണിട്ടുള്ള കാലഘട്ടത്തെ ഓർത്ത് മാപ്പ് ചോദിക്കുക. എന്നിട്ട് ദൈവത്തോട് പറയുക, ദൈവമേ, അങ്ങൻ്റെ കൂടെ നിൽക്കണമേ, അങ്ങൻ്റെ കൂടെ എന്നും ഉണ്ടെന്നുള്ള ബോധ്യം എനിക്ക് നൽകണമേ, അങ്ങയുടെ ഇഷ്ടം എന്നും നിറവേറ്റാൻ കൃപ നൽകണമേ. എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങയുടെ സാന്നിധ്യം നൽകണമേ, അങ്ങ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നൽകണമേ. അങ്ങ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അങ്ങേക്കുണ്ടായിരുന്ന ആ ബോധ്യം, ഞാൻ തനിച്ചല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ധാരാളം നൽകണമേ കർത്താവേ. ഞങ്ങൾ തനിച്ചല്ല, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ശക്തമായ ബോധ്യം നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തടസ്സത്തിൻ്റെ ശക്തികളും വിട്ടൊഴിഞ്ഞു പോകട്ടെ, അന്ധകാര ശക്തിയിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ, എല്ലാ പൈശാചിക ബന്ധനങ്ങളും തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. Praise the Lord. Hallelujah, Maranatha. Come, Lord Jesus. നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം 5-ാം വാക്യം. എൻ്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവേർപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പ്രകീർത്തിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ വീണ്ടും പ്രകീർത്തിച്ച് ശക്തി പ്രാപിക്കാൻ നമുക്ക് തയ്യാറാകാം. കർത്താവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ പ്രിയപ്പെട്ട ജനത്തിൻ്റെ മേൽ അങ്ങയുടെ അത്ഭുതകരമായ ശക്തി അയക്കണമേ. തളർന്നിരിക്കുന്ന ഹൃദയങ്ങളെ അങ്ങ് ഉണർത്തണമേ. മന്ദിച്ചു പോയ ഹൃദയങ്ങളെ അങ്ങ് ചൂടുപിടിപ്പിക്കണമേ. എൻ്റെ ഓട്ടം ഞാൻ മടുത്തു, എനിക്ക് പറ്റുകയില്ല, ഇനി പാപകരമായ അവസ്ഥയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ശങ്കിച്ചു നിൽക്കുന്ന മക്കളുടെ മേൽ കുടികൊള്ളുന്ന തിന്മകളുടെ സ്വാധീന ശക്തികൾ ജീവനുള്ള യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകാനായിട്ട് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ പ്രിയപ്പെട്ട ഓരോ മകനെയും മകളെയും ഇപ്പോൾ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, പാപത്തിൻ്റെയും ഭാരത്തിൻ്റെയും കെട്ടുകളിൽ കഴിയുന്ന ഓരോ മകൻ്റെയും മകളുടെയും മേൽ കുട്ടികൊള്ളുന്ന സകല ആധിപത്യ ശക്തികളും അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കുന്നു. യേശുവേ, അങ്ങയുടെ പരിശുദ്ധമായ ശക്തി അയക്കണമേ. രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്ന പരിശുദ്ധ നിമിഷത്തിൽ വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അത്യത്ഭുതകരമായ ശക്തി നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലും മനസ്സിൻ്റെ മേലും ആത്മാവിൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും വ്യാപരിക്കാൻ വേണ്ടി ഹൃദയം നുറുങ്ങി വിളിക്കുക. ജീവനുള്ള യേശുവിനെ വിളിക്കുക. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൽ അങ്ങയുടെ മക്കളെ വിടുവിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് അങ്ങയുടെ ജനത്തെ വിടുവിച്ച് അനുഗ്രഹിക്കുന്നു. പാപത്തിൻ്റെയും ഭാരത്തിൻ്റെയും കെട്ടുകളിൽ കഴിയുന്ന ഓരോ മകനെയും മകളെയും യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ വിടുവിക്കുന്നു. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ, മന്ദതയും മറിവിപ്പും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. തളർന്നവന് ഉണർവ് നൽകുന്ന കർത്താവേ, ഈ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അത്യുന്നതമായ അഗ്നിയുടെ അഭിഷേകം അയച്ച് വിടുവിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 വിടുതൽ പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, അന്ധകാരങ്ങൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. Hallelujah, Maranatha. Come, Lord Jesus.